അപ്പോൾ ഹലോ മക്കളെ, നിങ്ങൾക്ക് എന്നെ പരിചയം ഉണ്ടാവില്ല. ഞാൻ പുതിയതാണ്, ഇതെൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്. എൻ്റെ പേര് കാവ്യ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ക്രിസ്മസ് ഒക്കെ ആയി, എല്ലാവരും ക്രിസ്മസിൻ്റെയൊക്കെ മൂഡിലാണ്. കാലാവസ്ഥ നോക്കുവാണെങ്കിൽ കുറച്ച് ഒരു തണുപ്പൊക്കെ ഉണ്ടല്ലേ, രാവിലെ നല്ല പുതച്ച് മൂടി കിടക്കാൻ നല്ല സുഖമാണ്. എടാ, നിങ്ങൾ ഇപ്പോൾ ഒരു യാത്ര പോവാണ് കുറച്ച് തണുപ്പുള്ള ഭാഗത്തേക്ക്. നമ്മൾ എന്തായിരിക്കും ആദ്യം ചെയ്യാൻ പോണേ? അതായത് തണുപ്പുള്ള ഭാഗത്തേക്ക്, ഷിംലയാകാം, പഞ്ചാബ്, ഇനി നമുക്ക് ഇന്ത്യ വിട്ടിട്ട് പോകണമെങ്കിൽ പോവാം. ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതിയല്ലോ, വണ്ടിക്കൂലി ഒന്നും കൊടുക്കണ്ടല്ലോ. എന്തായിരിക്കും നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്? നമ്മളൊന്ന് അതായത് ഈ കടിഞ്ഞായ തണുപ്പ് നമുക്കൊന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്വെറ്റർ ഉണ്ട്. എന്തിനാ നമ്മൾ സ്വെറ്റർ തന്നെ? ഒരു ചൂട് കിട്ടാൻ. അപ്പം നമുക്ക് ഈ ക്രിസ്മസ് ആയിട്ട് ഇങ്ങനെ പുതച്ച് മുടിയൊക്കെ കിടക്കാൻ നല്ലത്. ഇപ്പം ഈ തണുപ്പിനൊന്ന് ബാലൻസ് ചെയ്യാൻ, നമ്മുടെ കെമിസ്ട്രിയുടെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചൂടെന്ന പോലെ വരുന്ന ഒരു സാധനമുണ്ട്, ക്രിസ്മസ് എക്സാം അല്ലേ. ക്രിസ്മസ് എക്സാം വരുവാണ്. പക്ഷെ പേടിക്കൊന്നും വേണ്ട. കാരണം നമുക്ക് ഒരു ചൂട് ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഒരു ചൂടാണ്, നിങ്ങളൊന്ന് തണുത്ത് പോകാതിരിക്കാനുള്ള സംഭവമാണ് ക്രിസ്മസ് എക്സാം. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാമിൽ പറയുമ്പോൾ അതിനകത്ത് വരുന്ന കുറച്ച് വെയിറ്റേജ് ഉള്ള ഒരു പോർഷനാണ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. അപ്പോൾ ഈ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്, വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. ഒന്ന് വായിച്ച് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ജന്മത്തിൽ നമ്മൾ മറക്കില്ല. അത്ര എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് ഈ സാധനം. എന്നാൽ ചില പിള്ളേർക്ക് ഇത് ഇത്തിരി കൺഫ്യൂഷൻ. അത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ആവശ്യമില്ലാതെ കുറേ കാര്യങ്ങൾ ചിന്തിച്ച് കൺസെപ്റ്റുകൾ മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ കാണാപ്പാഠം പഠിക്കുമ്പോൾ കുറച്ച് ഈ സാധനം കുഴപ്പിക്കും. കാരണം കുറച്ച് വാല്യൂസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഒന്നുമില്ല, ഇത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഇപ്പോൾ ക്യാപ്ചറിലേക്ക് കയറുന്ന മുമ്പ് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കാണാൻ പറ്റും. നിങ്ങൾ ഈ ഉത്സവ പറമ്പിലൊക്കെ പോയി കാണൂല്ലേ പണ്ടൊക്കെ. അവിടെ ഇങ്ങനെ കുറച്ച് ചേട്ടന്മാർ ഇതുപോലെ ബലൂൺസ് പിടിച്ചുകൊണ്ട് നിൽക്കണ കാണും. ഈ ബലൂൺസ് ഈ ഉത്സവം അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളിന് ഒക്കെ നമ്മളിത് കാണാറുണ്ട്, ബലൂൺസ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്താടാ ഈ ബലൂൺസിന് പ്രത്യേകതയുണ്ട്. നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ? ഈ ബലൂൺസ് ഇത് കൈ വിട്ട് കഴിഞ്ഞ് ഇതിങ്ങനെ മുകളിലേക്ക് പറന്നു പോകും. ഇനിയിപ്പോൾ ഇത് വാങ്ങിച്ചിട്ടില്ലാത്തവർ സ്വന്തം റിസ്കിൽ വാങ്ങിച്ചോ. സ്വന്തം റിസ്ക് എന്ന് പറയാൻ കാരണം നിങ്ങൾക്കൊക്കെ ഇപ്പോൾ 10-15 വയസ്സായി കാണും. അപ്പോൾ നമുക്കൊരു സാധനം വേണം എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ബലൂൺ വാങ്ങി തരണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോരാളിയുടെ കയ്യിൽ നിന്ന് നല്ല കിഴുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്വന്തം റിസ്കിൽ വാങ്ങിച്ചോ. എന്നിട്ട് ആ വാങ്ങിച്ച സാധനം കളയൊന്നും വേണ്ട, പുറത്തുനിന്ന് വിടരുത്. ക്യൂരിയോസിറ്റി അത്ര കൂടുതലാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് വാലൊന്ന് അടച്ചിട്ടൊന്ന് വിട്ടു നോക്ക്. അപ്പം ഇതുപോലെ സീലിങ്ങിൽ വന്ന് ഇങ്ങനെ തട്ടി നിൽക്കുന്നത് കാണാം. പക്ഷേ നമ്മൾ ഈ ബലൂൺ വീർപ്പിച്ചിട്ടുണ്ടാവും അല്ലേ വായും കൊണ്ട്. അപ്പോൾ വായും കൊണ്ട് നമ്മൾ വീർപ്പിക്കുമ്പോൾ ആ ബലൂൺ വിട്ട് നമ്മളിങ്ങനെ പൊക്കി അടിച്ചാലോ തിരിച്ച് താഴത്തേക്ക് വരും. പക്ഷെ അതുപോലെ അല്ല ഈ ബലൂൺ. ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ഇങ്ങനത്തെ പറമ്പിൽ കിട്ടുന്ന ഈ ടൈപ്പ് ബലൂണൊക്കെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ സീലിങ്ങിൽ പോയി മുട്ടിക്കിടക്കും. പക്ഷെ നമ്മൾ ഊതി വീർപ്പിക്കുന്ന ബലൂൺ ആവട്ടെ മുകളിലേക്ക് പൊന്തിപ്പോയില്ല. അതെന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ ബയോളജി പഠിച്ചു കാണുമല്ലോ. ബയോളജിയിൽ എന്താ പറയുന്നത്? നമ്മൾ എടുക്കുന്നത് ഓക്സിജനാണ്, എന്നിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നത് എന്തെന്നാ? കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പം നമ്മൾ വായും കൊണ്ട് ബലൂൺ വീർപ്പിക്കുമ്പോൾ എന്താണ് അതിനുള്ളിൽ ഫില്ലാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡാണ് ഫില്ലാകുന്നത്. അതേസമയം ഇതിനെ പറയുന്ന പേരാണ് ഹീലിയം ബലൂൺസ്. ആ പേരിൽ തന്നെയുണ്ട്. ആ ബലൂൺസ് നിറച്ചിരിക്കുന്ന ഹീലിയം ഗ്യാസും കൊണ്ടാണ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന സാധനം നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയർ വെച്ച് നോക്കുമ്പോൾ ഡെൻസറാണ്, അതായത് വെയിറ്റ് ഉള്ള സാധനമാണ്. അതുകൊണ്ട് അതിങ്ങനെ താഴത്തേക്ക് പോകും. അതേസമയം നമ്മളുടെ ഈ ഹീലിയം ബലൂൺസ് അല്ലാതെ നോക്കുമ്പോൾ വളരെ ഡെൻസിറ്റി കുറവ്, അതിന് എയറിനെ വെച്ച് നോക്കുമ്പോൾ ലെസ് ഡെൻസറാണ്. ഹീലിയം ഗ്യാസസ് ആർ ലെസ് ഡെൻസർ ദാൻ എയർ. അതുകൊണ്ട് അവ എന്ത് ചെയ്യും? മുകളിലേക്ക് പൊങ്ങിപ്പോവും. അതാണ് ഇതിന് കാരണം. നിങ്ങളുടെ ടെക്സ്റ്റിൽ ആദ്യത്തെ ക്വസ്റ്റ്യനായിട്ട് ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ക്വസ്റ്റ്യനായിട്ട് വൈ ദ ബലൂൺസ് ഫ്ലോട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇത്ര എഴുതിയാൽ മതി, ഹീലിയം ഗ്യാസസ് ആർ ദീസ് ബലൂൺസ് ആർ ഫിൽഡ് വിത്ത് ഹീലിയം ഗ്യാസസ്. അതുകൊണ്ട് തന്നെ ഹീലിയം ഗ്യാസസ് ആർ ലെസ്സർ ഡെൻസർ ദാൻ എയർ. അതുകൊണ്ട് അത് ഫ്ലോട്ട് ചെയ്യും. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇങ്ങോട്ടൊന്ന് നോക്കിയടാ. ഇതിനകത്ത് ഇതെവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? നോക്കണ്ടോ നീ? ഇത് നമ്മളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ഔട്ട് എലിമെന്റ്സ് വിച്ച് എക്സിസ്റ്റ് ഇൻ ഗേഷ്യസ് സ്റ്റേജ് അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ സയൻസ് ഡയറി. അതായത് നമ്മുടെ ടെക്സ്റ്റിൽ കുറിക്കണം. അപ്പോൾ ഈ ഓർഡിനറി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും നമ്മുടെ റൂം ടെമ്പറേച്ചർ ആട്ടോ. റൂം ടെമ്പറേച്ചർ നമ്മൾ കെമിസ്ട്രിയിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ.
റൂം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴും 20°C to 25°C ആയിരിക്കും വരിക. അതെന്തുകൊണ്ടാണ്? അപ്പം ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടൈംസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ റൂം ടെമ്പറേച്ചറിനായിരിക്കും തരുന്നത്. അപ്പോൾ 20 to 25°C ആണ് നിങ്ങളുടെ ഓർമ്മയിൽ വരണം. ചിലപ്പോൾ തരും, ചിലപ്പോൾ തരാതിരിക്കും. അപ്പോൾ ടെൻഷൻ ആവേണ്ട. റൂം ടെമ്പറേച്ചർ ആണ് ഈ ഓർഡിനറി ടെമ്പറേച്ചർ. ഇവിടെ ചോദിച്ചേക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ, അതായത് ഒന്നും നമ്മൾ ടെമ്പറേച്ചർ കൂട്ടാണ്ടോ ചൂടാക്കാതെ ഒക്കെ ഒരു ഗ്യാസിനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ സാധാരണ എലിമെന്റ്സ് എന്ത് സ്റ്റേറ്റിലായിരിക്കും നിൽക്കാന്ന്. അതായത് ചില വെള്ളം സാധാ റൂം ടെമ്പറേച്ചറിൽ ഇപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും നിൽക്കുന്നത്. അതിനെ ഫ്രീസ് ചെയ്യുമ്പോഴാണ് അത് ഐസിലേക്ക് മാറുന്നത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഏതൊക്കെ പദാർത്ഥങ്ങളാണ് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളതെന്നാണ് ചോദ്യം. അപ്പം ഇതൊക്കെ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ നമ്മൾ കണ്ടു പരിചിതമായ സാധനങ്ങളാണ്. ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ഹീലിയം, നിയോൺ, ആർഗൺ എക്സെട്ര. ഇവയൊക്കെയാണ് റൂം ടെമ്പറേച്ചറിൽ ഗേഷ്യസ് സ്റ്റേറ്റിൽ വാതക രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. From the following, tabulate the compounds which exist in gaseous state at ordinary temperature. Ordinary temperature അതായത് നമ്മുടെ റൂം ടെമ്പറേച്ചർ. അപ്പോൾ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നേക്കണേ? കാർബൺ ഡൈ ഓക്സൈഡ്, സോഡിയം ക്ലോറൈഡ്, അമോണിയ, ഗ്ലൂക്കോസ്, അമോണിയം ക്ലോറൈഡ്, മീതെയിൻ, സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രിക് ആസിഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്. അപ്പം ഇതിനകത്ത് ഏതൊക്കെയാണ് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളത് അതിനെ മാത്രം നമുക്ക് എഴുതിയാൽ മതി. പക്ഷെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ വൈറ്റ് കളറിൽ കാണിച്ചേക്കണാണ് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളത്. ഓറഞ്ച് കളറിലുള്ളത് സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. ആൻഡ് ഈ ബ്ലൂ കളറിൽ ഇട്ടേക്കണാണ് ലിക്വിഡ് സ്റ്റേറ്റിൽ. നിങ്ങൾ പക്ഷേ ടെക്സ്റ്റിൽ എഴുതുമ്പോൾ ഗേഷ്യസ് ഉള്ളത് മാത്രം ഈ കോളത്തിൽ നിന്ന് കണ്ടുപിടിച്ച് വേർതിരിച്ച് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഗേഷ്യസ് സ്റ്റേറ്റിൽ അങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, മീതെയിൻ, സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്. ഇനി ഞാൻ ചുമ്മാ പറയാണ് അറിഞ്ഞിരിക്കാൻ വേണ്ടി. സോളിഡ് സ്റ്റേറ്റിൽ ഏതൊക്കെയായിരിക്കും? ഞാൻ പറഞ്ഞു ഓറഞ്ച് കളറിലുള്ളതാണ് സോളിഡ് സ്റ്റേറ്റിൽ. അപ്പോൾ സോഡിയം ക്ലോറൈഡ്, ഗ്ലൂക്കോസ്, അമോണിയം ക്ലോറൈഡ് ഇവ മൂന്നെണ്ണമാണ് സോളിഡ് സ്റ്റേറ്റിലുള്ളത്. അപ്പോൾ ഇത് സോഡിയം ക്ലോറൈഡ് അറിയാലോ അല്ലേ എല്ലാവർക്കും? ഒന്നുമല്ല, നമ്മുടെ ഉപ്പ്, അടുക്കളയിൽ കാണുന്ന ഈ ഉപ്പാണ്. ഗ്ലൂക്കോസ് പിന്നെ നമുക്ക് ആ പൊടി നമ്മൾ കഴിച്ചിട്ടുണ്ടാവും, ഒരു മധുരമുള്ളൊരു പൊടി, അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇത് ടെക്സ്റ്റിലുള്ളത്. ചുമ്മാ വേണമെങ്കിൽ ഇപ്പം തന്നെ ആ പെൻസിലും കൊണ്ട് ടെക്സ്റ്റിൽ എഴുതിയിട്ടോ, അല്ലെങ്കിൽ ഓർത്ത് വെച്ചാലും മതിയാവും. ഇനി നിങ്ങൾ നമ്മളെ ഒന്ന് ചുറ്റും ഒന്ന് നോക്കി, അല്ലെങ്കിൽ നമുക്ക് ഈ ഇമേജസിലേക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇമേജസ് കാണിക്കുന്നുണ്ട് അല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് പുതുമയുള്ള ഇമേജസ് അല്ലല്ലോ, നമ്മൾ എപ്പോഴും കാണുന്ന സാധനങ്ങളല്ലേ. ബുക്ക് എല്ലാവരുടെയും വീട്ടിൽ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്, ഉറപ്പായിട്ടും ബുക്ക് കയ്യിലുണ്ടാവും. തൊട്ട് നോക്കണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഡൗട്ട്. ബുക്ക്, പിന്നെ പെൻസില്. മാത്സ് ക്ലാസ് ഇല്ലാത്ത ഒരു കളി ഉണ്ടാവില്ല സ്കൂളിൽ. ചിലപ്പോൾ രാവിലത്തെ പീരീഡ് എപ്പോഴും മാത്സ് ആയിരിക്കും. സോ ജോമെട്രി ബോക്സിൽ എന്തായാലും പെൻസിൽ കാണും. പിന്നെ ക്രിസ്മസ് ഒക്കെ ആണല്ലോ, എല്ലാവർക്കും വൈനും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ വീട്ടിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കാണും, വൈനൊക്കെ ഉണ്ടാക്കി. അപ്പോൾ വൈന്, പിന്നെ നമ്മുടെ സാധാരണ വെള്ളമാണ് അടുത്ത പിക്ചർ കാണിക്കുന്നത്, നമ്മുടെ വെള്ളം. പിന്നെ നിങ്ങൾ പഴയ പ്രേത സിനിമകൾ കണ്ടിട്ടുണ്ടോ? അതായത് പുതുമഴയായി എന്നൊക്കെ പ്രേതം വരുന്നത്. പണ്ടത്തെ മലയാള പ്രേത സിനിമകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രേതം വരുന്നതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒന്ന് ആ കക്കക്കാന്നുള്ള ചിരി, പിന്നെ പട്ടിയുടെയും പൂച്ചയുടെയും ആ ഓളിയിടൽ ശബ്ദം. ഇതെല്ലാം കഴിഞ്ഞ് വേറൊരു സാധനം കൂടി ഉണ്ട്, ഒരു വൈറ്റ് പുക. അത് മസ്റ്റാണ്. അതില്ലാത്ത പ്രേത സിനിമകൾ ഉണ്ടാവില്ല. ഇത് ഏത് സിനിമയെന്നുള്ള പ്രേതമാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ആകാശഗംഗയ്ക്ക് ഉദ്ദേശിച്ചത്, ഞാൻ ഇന്നലെ കണ്ട സിനിമ ഏതായിരുന്നു. കണ്ടോ, ഇവിടുത്തെ ചുറ്റും ഒരു വൈറ്റ് പുക പോലത്തെ സാധനമില്ലേ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ താരം. ഇതിനെ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി നിങ്ങൾ പ്രേത സിനിമകൾ കണ്ടിട്ടില്ല, മലയാളം പഴയ പ്രേത സിനിമ, ഇപ്പോഴത്തെ പ്രേതമൊക്കെ ഫ്രീക്ക് പ്രേതങ്ങളാണ്, പഴയ മലയാള സിനിമ പ്രേതങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ കുന്തിരിക്കൊക്കെ പുകയ്ക്കുമല്ലോ വീട്ടിൽ, അല്ലെങ്കിൽ ധൂപം ചന്ദനത്തിരി കത്തിക്കും, അപ്പം അങ്ങനെ ഒരു പുക വരും. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ എല്ലാ വസ്തുക്കളും ഒരേപോലെയാണോ? അതായത് അവർ തൊടാനും അവരെ കാണാനും ഒക്കെ അവർ ഒരേപോലെയാണോ ഇരിക്കുന്നത്? അല്ല, ഡിഫറെൻ്റ് ആണ്. എടാ, ബുക്കും പെൻസിലും പിടിക്കുന്ന പോലെ നിനക്ക് വൈൻ എടുത്ത് പിടിക്കാൻ പറ്റുമോ? ഇല്ല. ബുക്കും പെൻസിലൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, പക്ഷെ വൈനും വെള്ളവും ഒന്നും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഈ പറയുന്ന പുക, അഗർബത്തിയുടെ ഒക്കെ പുക നമുക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമോ? അതിങ്ങനെ പകരും എന്നാണോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ? അതിങ്ങനെ ഒരിടത്ത് ഇരിക്കില്ല, അതിങ്ങനെ വ്യാപിക്കും മൊത്തം. അപ്പോൾ
ഇങ്ങനെ നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സാധനത്തെ, അതായത് ഈ ബുക്ക് പെൻസിൽ പോലത്തെ ഉള്ള സാധനങ്ങളെയാണ് നമ്മൾ സോളിഡ് എന്ന് വിളിച്ചത്. ഇനി നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ ഒഴുകി നടക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ ദ്രാവകങ്ങൾ, ലിക്വിഡ്സ് എന്ന് വിളിച്ചത്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വെളുത്ത പുക, ഇങ്ങനെ പുക പോലെ ഇങ്ങനെ വ്യാപിക്കുന്ന ഇങ്ങനത്തെ ഐറ്റം, ഈ സാധനങ്ങളെയാണ് നമ്മൾ ഗ്യാസസ് എന്ന് വിളിച്ചത്. ഓക്കെ, ഇനി ഞാനൊക്കെ ഈ 10th പഠിക്കുന്ന സമയത്ത്, ഞാൻ 10th ആയിരുന്നപ്പോൾ കുറച്ച്, അതായത് ഒരു ആൾക്കാരെ ഞാൻ കണ്ടു, ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 8ാം ക്ലാസ് 9ാം ക്ലാസ് തൊട്ട് ഇവർ നമ്മളെ, അതായത് ഒന്നും നമ്മളെക്കുറിച്ച് ആലോചിക്കില്ല, അത് നമ്മുടെ ഒരു കാര്യം അന്വേഷിക്കില്ല. പക്ഷെ നമ്മളങ്ങ് 10ാം ക്ലാസ് കയറിക്കഴിഞ്ഞാൽ നമ്മളുടെ പെറ്റമ്മേനേക്കാളും നമ്മളെ കാര്യത്തിൽ വളരെ, പ്രത്യേകിച്ച് പഠന കാര്യത്തിൽ വളരെ ശ്രദ്ധയായിരിക്കും ഇവർക്ക്, ഈ കൂട്ടർക്ക്. അതുവരെ നമ്മളെക്കുറിച്ച് ഒരു മൈൻഡും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ 10ാം ക്ലാസ് ആണോ എന്ന് അറിയാൻ ഭയങ്കര ശുഷ്കാന്തി ആയിരിക്കും. അപ്പോൾ എക്സാമിന് മുമ്പ്, SLC എക്സാമിന് മുമ്പാണെങ്കിൽ നമ്മളുടെ ചോദ്യം ഇതായിരിക്കും, അവരുടെ ഫുൾ A+ കിട്ടുമോ, എഴുതി കഴിഞ്ഞാലോ ഫുൾ A+ ഉണ്ടോയെന്നുമായിരിക്കും. അപ്പോൾ ഇതൊരു അപ്പോൾ ഈ 10ൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം അതൊരു അവസ്ഥയാണ് അല്ലേ? എൻ്റെ ഊഹം ശരിയാണെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ കൂട്ടർക്ക് ഇപ്പോഴും, നിങ്ങൾ പഠിക്കുന്ന സമയത്തും ഇപ്പോഴും വംശനാശം വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവർ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. അപ്പോൾ ഈ കൂട്ടര് നിങ്ങളുടെ ഈ 10ൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു അവസ്ഥയാണ് ഈ ഫുൾ A+ എന്നുള്ളത്. എന്താണ് അവസ്ഥയാണ് ഫുൾ A+ എന്നുള്ളത്. അപ്പോൾ അവരുടെ ഈ അവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഫുൾ A+. അതിനൊരു അതുപോലെ തന്നെ നമ്മുടെ ഈ മാറ്റർ, ഞാൻ മുമ്പ് പറഞ്ഞു, ഏതൊരു ഒബ്ജക്റ്റും ഉണ്ടാവുന്ന പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. ആ പാർട്ടിക്കിൾസ് അവസ്ഥയും നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ അവസ്ഥ ഫുൾ A+ന്റെ ബേസിസിലാണെങ്കിൽ, ഇവിടെ മാറ്ററിൻ്റെ അതിൻ്റെ ആ രൂപം കാണപ്പെടുന്നത് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ബേസിസിലായിരിക്കും. പാർട്ടിക്കിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോളിക്യൂൾസ് ആവാം, ആറ്റംസ് ആകാം. അതിനെ കോമൺ ആയിട്ട് നമ്മൾ വിളിച്ചതാണ് പാർട്ടിക്കിൾസ്. ഇവ ചേർന്നാണ് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ ആദ്യം നോക്കി, നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒന്ന് റിഫ്രഷ് ചെയ്യണമെന്നുള്ളൂ. സോളിഡിൻ്റെ കേസിലാണെങ്കിൽ പാർട്ടിക്കിൾസ് തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. ഇവരിങ്ങനെ എണക്കുരികളെ പോലെയാണ്. അതായത് ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. കണ്ടില്ലേ, ഇങ്ങനെ കൂട്ടി മുട്ടി ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതാണ് സോളിഡ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ. അതേസമയം ലിക്വിഡ്സിൻ്റെ കേസിലാണെങ്കിൽ അവ ഇങ്ങനെ വലിയ സ്നേഹമൊന്നുമില്ല. അതായത് കാര്യം കാണാൻ ഒന്ന് ചിരി കളിയൊക്കെ, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് അങ്ങനെ സ്നേഹമൊന്നുമില്ല, പുറമേ കാണിക്കുന്ന സ്നേഹം. ചിലപ്പോൾ ചിലവരെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ അല്ലേ. എനിവേ, അങ്ങനെ അപ്പോൾ അതാണ് ലിക്വിഡിൻ്റെ കേസിൽ. ഇനി ഗ്യാസിൻ്റെ കേസിലേക്ക് ഞാൻ എടുക്കുകയാണെങ്കിൽ ഇവർ ശത്രുക്കളാണ്. ഈ പാർട്ടിക്കിൾസിൽ ഒരു സ്നേഹവുമില്ല. തരം നീട്ടിക്കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനെ കയറി ഇടിക്കും. ആ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവർ തമ്മിൽ നിൽക്കുന്ന നല്ല അകൽച്ചയിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല അകൽച്ചയാണ്. അപ്പം ഇങ്ങനെ സോളിഡിൻ്റെ പാർട്ടിക്കിൾ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്നേഹമൊന്നുമില്ല, എന്നാലും ഓക്കെ. അപ്പോൾ ലൂസ്ലി പാക്ഡ് ആണ്. ഇനി ഗേഷ്യസ് എന്ന് പറഞ്ഞാൽ ഫാർ അവേ ഫ്രം ഈച്ച് അതർ, അതായത് ഇഷ്ടമല്ല, എനിക്ക് ഇയാളെ കണ്ടുകൂടാ, അതാണ് അവസ്ഥ പാർട്ടിക്കിൾസിൻ്റെ. അങ്ങനെ 3 സ്റ്റേജ്, ഈ 3 അറേഞ്ച്മെന്റ്സ് ആണ് ഇവ 3 രൂപത്തിൽ ഫീൽ ആവാനും കാണാനും ഒക്കെ കാരണമാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ 3 മാറ്ററിനെയും കണ്ടല്ലേ. ഇനി ഇതിനകത്ത് നമുക്ക് ഇപ്പം ഈ ചാപ്റ്ററിൻ്റെ പേരെന്താടാ? ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൂടുതലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഗ്യാസിനെ ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും അവോയ്ഡ് ചെയ്യല്ല നമ്മൾ, എന്നാലും നമുക്ക് ഗ്യാസിനെയാണ് പ്രയോറിറ്റി. ഇപ്പം ഞങ്ങൾ ഗ്യാസിന് നോക്കുക. അപ്പോൾ ഗ്യാസിൻ്റെ ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ മഞ്ഞ കളറിൽ കാണിക്കുന്ന ഡോട്ടാണ് അതിൻ്റെ പാർട്ടിക്കിൾ. ഇതൊരു ഗ്യാസ് കണ്ടെയ്നർ ആണ് വൈറ്റ് കളറിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആദ്യം ഇതിൻ്റെ മാറ്ററിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ പഠിച്ചു. ഇനി നമുക്കൊക്കെ ക്ലാസ്സുകളിൽ, കുഞ്ഞു സ്കൂളിൽ ഇപ്പോഴും ഉണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് പ്രോഗ്രസ് കാർഡ്. പ്രോഗ്രസ് കാർഡിൽ എന്തൊക്കെ ഉണ്ടാവും? നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണ്, മിക്കവർക്കും ഗുഡ് ആയിരിക്കും കിട്ടുക, ഗുഡ്, എക്സലൻറ്റ്. ബാഡ് ആർക്കും കിട്ടാറില്ല, ബാഡ് അങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റിനുള്ള പെർഫോമൻസ് എന്തായിരിക്കും, A+ ആണോ B+ ആണോ അങ്ങനെയുള്ള പെർഫോമൻസും കാണും.
അപ്പം ഇങ്ങനെയാണ് നമുക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാവുന്നത്. അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗ്യാസിന് വെച്ചിട്ട് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അങ്ങ് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഗ്യാസിന് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഗ്യാസിന് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ സോളിഡിൻ്റെയും ലിക്വിഡിനെയൊക്കെ നമുക്ക് കുറച്ച് നേരത്തേക്ക് അവോയ്ഡ് ചെയ്തേക്കാം. അവോയ്ഡ് ചെയ്യല്ല, നമ്മളവർ പൂർണ്ണമായും ഒഴിവാക്കുന്നില്ല, കാരണം നമുക്ക് മുമ്പോട്ടും അവരെ കമ്പയർ ചെയ്യാൻ ആവശ്യമൊക്കെ വരും. പക്ഷെ തൽക്കാലത്തേക്ക് നമ്മൾ അവരൊന്ന് മാറ്റി നിർത്തുക. കാരണം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താടാ? ഗ്യാസ് കോൺസെപ്റ്റ്, ഗ്യാസ് ലോസ് ആൻഡ് മോൾസ് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ അതിൽ ആരാണ്? ഗ്യാസ് ആണ് താരം. അപ്പോൾ നമുക്ക് ഗ്യാസിലാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്യാസിൻ്റെ പാർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ആ യെല്ലോ ഡോട്ട് പോലെ കാണുന്നത് പാർട്ടിക്കിളാണ്. അതിൻ്റെ വൈറ്റ് ഔട്ട്ലൈൻ ഒരു ഗ്യാസ് കണ്ടെയ്നറാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കൊണ്ട് ഇതിനെ നോക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ഗ്യാസിന് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ആദ്യം ഞാൻ പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ആണ്, അല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, ഇതിനകത്തുള്ള പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര ശത്രുക്കളാണ്, എതിരാളികളാണ്. അപ്പോൾ ഇവർ നമ്മൾ ഭയങ്കര എതിരാളികളായതുകൊണ്ട് തന്നെ ഇവർ നമ്മൾ ഭയങ്കര ദൂരത്ത്, അല്ലെ? നമുക്ക് ഇവർക്ക് പരസ്പരം ഒട്ടും സ്നേഹമില്ലടാ, ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ഇവർ എനിമീസ് ആയതുകൊണ്ട് തന്നെ പരമാവധി അകന്ന് ഇവർ നിൽക്കുള്ളൂ. അതുകൊണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ്, അതായത് പാർട്ടിക്കിൾസ് എന്തായിരിക്കും ഗ്യാസിൻ്റെ കാര്യത്തിൽ? ഫാർ അവേ ഫ്രം ഈച്ച് അതർ, അതായത് വെരി ഹൈ ആയിരിക്കും. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വെരി ഹൈ ആയിരിക്കും. ഇനി രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ്. ഞാൻ പറഞ്ഞു ഇവർ എനിമീസ് ആണ് പാർട്ടിക്കിൾസ്. എനിമീസിൻ്റെ ഇടയിൽ എന്ത് അട്രാക്ഷൻ ഉണ്ടാ? ഒരു അട്രാക്ഷനും ഇല്ല. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? വെരി ലെസ് ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ്. അതായത് ഇവർ തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഒന്നും ഇല്ലല്ലോ, കമ്മിറ്റ്മെന്റ്സ് ഇല്ല, ഒന്നുമില്ല. തോന്നുന്ന തോന്നുന്നതിൽ പോകാം, ആരെയും സൂചിപ്പിക്കേണ്ട. ഗ്യാപ്പ് കിട്ടിയാൽ ഒരുത്തൻ നിന്നും അകന്നു പോകും, കാരണം അവർക്ക് നിൽക്കാൻ ഇഷ്ടമല്ല പരസ്പരം. അതുകൊണ്ട് തന്നെ അവരുടെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്തായിരിക്കും? വെരി ഹൈ ആയിരിക്കും. അപ്പൊ ഗ്യാസിന്റെ കാര്യത്തിൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് വളരെ ഹൈ ആയിരിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മോളിക്യുലർ എനർജി. നിങ്ങൾ ഈ ബൈക്കൊക്കെ ഓടിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അവർ മാക്സിമം ഫുൾ സ്പീഡ് എടുത്ത് ഓടുന്ന എവിടെയാ? സാധാരണ റോഡിലാണോ? അല്ല, അവർ റേസിംഗ് ട്രാക്കിലാണ് ഏറ്റവും കൂടുതൽ ബൈക്ക് റേസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ചാമ്പ്യൻ എടുക്കുക, ഒരു റണ്ണിങ് റേസ് എടുക്കുക. റണ്ണിങ് റേസിൽ അയാൾ ഏറ്റവും കൂടുതൽ വേഗതയിൽ ഓടുന്ന എപ്പോഴാണ്? അയാളുടെ റേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ ഇതിനകത്താണ്. അപ്പോൾ അയാളുടെ കൂടെ ഓടുന്നവർ, അല്ലെങ്കിൽ ഇപ്പം റേസേഴ്സിൻ്റെ കേസിലാണെങ്കിൽ കൂടെ വണ്ടി ഓടിക്കുന്നവർ ആരാണ്? അവരുടെ ഒപ്പണൻസ് ആണ്, എതിരാളികളാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ പാർട്ടിക്കിൾസ് തമ്മിൽ എതിരാളികളാണ്. ഇവരെല്ലാവരും പരസ്പരം എനിമീസ് ആണ്. അപ്പോൾ ഇവരുടെ എനർജി ഹൈ ആവുന്നത്, ഇവരുടെ പെർഫോമൻസ് ഹൈ ആവുന്നത് ഇവരെ എതിരാളികളായതുകൊണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും എന്തായിരിക്കും? ഇവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നതാണ് മോളിക്യുലർ എനർജി. ഇവരുടെ എനർജി എപ്പോഴും ഭയങ്കര ഹൈ ആയിരിക്കും. കാരണം ഇവർ തമ്മിലൊരു അട്രാക്ഷൻ ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ എനർജി എപ്പോഴും ഹൈ ആയിരിക്കും. അപ്പോൾ ഒന്നോടെ നമ്മൾ പറയുകയാണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഗ്യാസിൻ്റെ കാര്യത്തിൽ വെരി ഹൈ ആണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ഒരു അട്രാക്ഷനും ഇല്ല, വെരി ലെസ് ആണ്. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ്, തോന്നിയ പോലെ പോകാം, എത്ര ദൂരം വേണമെങ്കിലും. അപ്പം അത് വെരി ഹൈ ആണ്. മോളിക്യുലർ എനർജി വളരെ ഹൈ ആയിരിക്കും. ഇതാണ് ഗ്യാസിൻ്റെ കേസിൽ വരുന്ന കാര്യം. അങ്ങനെ നമ്മൾ ഗ്യാസിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കി. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, ഗ്യാസിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ കണ്ടല്ലോ, ഗ്യാസിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം അല്ലേ? ആയിരിക്കും. കാരണം എനിക്കും തീരെ മോശമായ അഭിപ്രായമല്ല ഗ്യാസിനെ പറ്റി. പക്ഷേ നമ്മുടെ അഭിപ്രായം ഒന്നും കാര്യമല്ല. കാരണം ഗ്യാസിനെ പറ്റി വളരെ മുമ്പ് തന്നെ, അതായത് 2 സയൻറ്റിസ്റ്റ്, ഒരാളുടെ പേരാണ് ജെയിംസ് മാക്സ്വെൽ, രണ്ടാമത്തെ ആളുടെയാണ് ബോൾട്സ്മാൻ. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് 4ഉം 2ഉം 6 അഭിപ്രായങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അഭിപ്രായങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റാണ്. അവർക്ക് ഗ്യാസിനെ പറ്റിയുള്ള, ഗ്യാസിന് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം പരീക്ഷയ്ക്ക് ഈ ചോദിക്കും. അപ്പോൾ 6 പോയിന്റ്സ് പേടിക്കേണ്ട, ഈ 6 പോയിന്റ്സ് അങ്ങ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടും. മാർക്കിനനുസരിച്ച് ചിലപ്പോൾ പോയിന്റ്സ് കുറവാണ്. അതായത് 4 മാർക്കിനാണെങ്കിൽ ഈ 6ൽ 4 പോയിന്റ് നിങ്ങൾ എഴുതിയാൽ മതി, പക്ഷെ ആ മാർക്ക് കിട്ടും. ഇത് ടെക്സ്റ്റിൽ കാണുമ്പോൾ ഒരുപാട് വലിയ സെൻറ്റൻസും ഒക്കെ കാണും, പക്ഷെ സംഭവമൊന്നുമില്ല കേട്ടോ. വളരെ വേഗം നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി, കേട്ടിരുന്നാൽ മതി, ഇപ്പം തന്നെ നമ്മളിതൊന്ന് പഠിക്കും. അത്ര എളുപ്പമാണ് ഈ സാധനം. ഓക്കെ, അങ്ങനെ ഇവർ രണ്ടുപേരും ഗ്യാസിനെ പറ്റി പറഞ്ഞ 6 അഭിപ്രായങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ഈ 6 അഭിപ്രായങ്ങൾ ചേർത്ത് പറയുന്നതാണ്
കൈനറ്റിക് മോളിക്യുലർ തിയറി ഓഫ് ഗ്യാസസ്. ഇത് ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി. ഇപ്പം തന്നെ നിങ്ങൾ പോലും അറിയില്ല, എൻ്റെ കൂടെ നിങ്ങൾ ഹൃദയം വിശാലമാക്കി വെച്ച് കേട്ടിരുന്നാൽ മതി, നിങ്ങൾ പഠിക്കും. അത്ര എളുപ്പമാണിത്. ഓക്കെ, ഈ വലിയ വലിയ സെൻറ്റൻസ് ഒന്നും കണ്ട് പേടിക്കണ്ട. അപ്പോൾ ആദ്യത്തെ അഭിപ്രായം ഉണ്ട്, ആദ്യം പറയുന്നത് തന്നെ ഗ്യാസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. വളരെ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ആണ്. അതായത് ഈ പാർട്ടിക്കിൾസ് നമ്മൾ കോമൺ ആയിട്ട് ആറ്റംസിനും മോളിക്യൂൾസും, ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസിനും കോമൺ ആയിട്ട് വിളിച്ച പേരാണ് പാർട്ടിക്കിൾസ് എന്ന്. അതുകൊണ്ടാണ് ഗ്യാസസ് ഉണ്ടായിരിക്കണേ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ഗേഷ്യസ് മോളിക്യൂൾസ് ഈസ് വെരി ലോ. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു ഇവർ തമ്മിൽ പാർട്ടിക്കിൾസ് എന്താ എനിമീസ് ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും, ഭയങ്കര കുറവാണ്. ആസ് ദ മോളിക്യൂൾസ് ആർ സോ ഫാർ അപ്പാർട്ട്, വോളിയം ഓഫ് gaseous molecule is negligible in comparison with the total volume of gas. എന്തോ വലിയ സംഭവമായിട്ട് തോന്നണ്ടല്ലേ, പക്ഷെ ഇത്രയേ ഉള്ളൂ. അതായത് ഈ മോളിക്യൂൾസ് തമ്മിൽ ഭയങ്കര ദൂരെയാണ് നിൽക്കുന്നത്. കാരണം ഇവർക്ക് തമ്മിലൊരു അട്രാക്ഷൻ ഇല്ല, ഇവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അവർ മാറി ഭയങ്കര ദൂരെ ഇരിക്കുന്നത്. അപ്പോൾ ഇവരുടെ മോളിക്യൂൾ, അതായത് ഒരു ഗ്യാസിൻ്റെ കംപ്ലീറ്റ് പാർട്ടിക്കിൾസിനെ എടുക്കുക, ആ പാർട്ടിക്കിൾസിനെ വെച്ച് നോക്കുമ്പോൾ, ആ കണ്ടെയ്നർ വെച്ച് നോക്കുമ്പോൾ ഒരു പാർട്ടിക്കിൾ ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. അതായത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ട് എടുക്കുക, ആ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ സെൻറ്ററിൽ കൊണ്ടൊരു ഫുട്ബോൾ വെച്ചാൽ ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഗ്യാസ് കണ്ടെയ്നറും ഗ്യാസിൻ്റെ ഒരു പാർട്ടിക്കിളും തമ്മിലുള്ള വോളിയം. ഓക്കെ, അപ്പോൾ അത് നെഗ്ലിജിബിൾ ആണ്. ഒരു പാർട്ടിക്കിളിൻ്റെ വോളിയം, ഒരു പാർട്ടിക്കിൾ ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് ടോട്ടൽ ആ ഗ്യാസ് കണ്ടെയ്നേഴ്സിന് വോളിയം വെച്ച് നോക്കുമ്പോൾ നെഗ്ലിജിബിൾ ആണ്. അതെന്താ, പിന്നെ ഗ്യാസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കണക്കിലെടുക്കുന്നില്ല. പിന്നെ ഇനി ഈ ഗ്യാസ് നമ്മൾ ഈ ഭയങ്കര ഫ്ലഫി ആയിട്ടുള്ള ടോയ്സ് ഒക്കെ വാങ്ങുമ്പോൾ അതിന് നമുക്ക് കംപ്രസ് ചെയ്ത്, അതായത് ഇത്ര ബുഫ് നിൽക്കുന്ന സാധനത്തെ കംപ്രസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടും, ചെറുതായിട്ട് കിട്ടും. ഓക്കെ, അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് തുറക്കുമ്പോൾ അത് ബുഫ് എന്ന് പറഞ്ഞാൽ ചാടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭയങ്കര വൈറലായൊരു മാട്രസ്സാണ് എമ മാട്രസ് എന്ന് പറയുന്ന സംഭവം. ഇത് കിട്ടുന്ന ഭയങ്കര ഇങ്ങനെ റോൾ ചെയ്ത് പീക്കിരി പില്ലോ ഒക്കെ ആണെങ്കിൽ ഒരു ഹാങ്കർചീഫ് പോലെ ആയിരിക്കും. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ അൺപാക്ക് ചെയ്ത് കഴിയുമ്പോൾ, അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ സാധനം പഴയ സ്റ്റേജിലേക്ക് ഇങ്ങനെ വികസിച്ച് വരും. അപ്പോൾ ഇതിങ്ങനെ പാക്ക് ചെയ്ത് എന്തുകൊണ്ട് അവരിങ്ങനെ കംപ്രസ് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഗ്യാസിനെ അവർ വാക്വം ചെയ്യും. അതായത് ഉള്ളിലുള്ള വാക്വം ചെയ്യാന്ന് പറഞ്ഞാൽ ഗ്യാസിനെ വലിച്ചു കളയുവാണ് പുറത്തേക്ക്. അപ്പോൾ അതിങ്ങനെ ചുരുങ്ങി വരും. അപ്പോൾ ഈ ഇങ്ങനെ ഗ്യാസുകൾ ഇങ്ങനെ മാറ്റുന്നതെന്ന് പറഞ്ഞാൽ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ വളരെ ഡിസ്റ്റൻസ് ഉണ്ട് പരസ്പരം. അതിങ്ങനെ നമുക്ക് ആ ഡിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഗ്യാസ് കംപ്രസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്യാസിൻ്റെ മോളിക്യൂൾസ് തമ്മിൽ ദ വോളിയം ക്യാൻ ബി റെഡ്യൂസ് ബൈ റെഡ്യൂസിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഗേഷ്യസ് മോളിക്യൂൾസ്. അപ്പോൾ ഗ്യാസിനെ കംപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മോളിക്യൂൾസ് തമ്മിലുള്ള അവരുടെ ആ ഡിസ്റ്റൻസ് കുറച്ച് അവരടുത്തേക്ക് വരും. ആസ് എ റിസൾട്ട് ഗ്യാസ് കംപ്രസ് ആകും. അതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ്. ഇനി കുറച്ചുകൂടെ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കി, ഈ പടത്തിലേക്ക് നോക്കിയേ. ഇത് ഗ്യാസ് മോളിക്യൂൾസിനെ കാണിക്കുന്നത്. ഈ ആരോസ് വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞു ഗ്യാസസിന് തമ്മിൽ അട്രാക്ഷൻ ഇല്ല, അവർക്ക് ഫ്രീ ആയിട്ട് എവിടെ വേണേൽ പോയി നടക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു, എന്താ സംഭവം എന്നൊന്നും അറിയില്ല, പൂട്ടിയിട്ടു. വളരെ വലിയ സ്പേഷ്യസ് ആയ മുറിയാണ്. ആൻഡ് നിങ്ങൾക്ക് ഇതുവരെ അറിയാത്ത, കണ്ടു കഴിഞ്ഞാൽ ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന ഒരു 4-5 പേര് ആ മുറിയിലുണ്ട്. അവർക്കും പരസ്പര പരിചയമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ല അവരുടെ കമ്പനി. അങ്ങനെയാണെങ്കിൽ ആ മുറിയിലുണ്ടെങ്കിൽ ലോക്കാണ് ആ മുറി. നിങ്ങൾ എന്തൊക്കെ ചെയ്യും? ആ മുറിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും. അവിടെ പോയി ഇടിക്കും, ഇവിടെ പോയി ഇടിക്കും, വാളിലൊക്കെ പോയി ഇടിക്കും. സെയിം തിങ് ആണ് ഗ്യാസ് മോളിക്യൂൾസ്. ഗ്യാസ് മോളിക്യൂൾസിന് ഒരു ചാമ്പറിൽ ഒന്നാമത് അവർക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, കുറച്ച് പാർട്ടിക്കിൾസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, അതിനകത്തിരിക്കുമ്പോൾ കണ്ടെയ്നേഴ്സിലൊക്കെ പോയിട്ട് മുട്ടും. പിന്നെ എന്താ, പരസ്പരം കൊളൈഡ് ചെയ്യും. നിങ്ങളൊരു ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഫ്രീ ആയിട്ട് PT സാറൊന്നും ഇല്ലാണ്ട് PT പീരീഡ് ഇറക്കി വിട്ടു. കൂടുതലും പേര് കൈയും കാലും വലതൊക്കെ ഒരു കൺട്രോളിനാട് അവിടെ ഇവിടെയൊക്കെ ഓടി കടന്ന് എന്തെങ്കിലുമൊക്കെ പരിക്കുകൾ വെച്ചിട്ടായിരിക്കും തിരിച്ചു വരിക. കുഞ്ഞിലെ നമ്മളെ കളിക്കാൻ വിടുമ്പോൾ. കാരണം എന്താ, നമുക്കൊരു ഫ്രീഡം കിട്ടിയോണോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഓടി നമ്മൾ ശ്രദ്ധിക്കില്ല, തട്ടിപ്പടഞ്ഞൊക്കെ വീഴും, പരസ്പരം കൂട്ടിയിടിക്കും. സെയിം തിങ് ഗ്യാസ് മോളിക്യൂൾസും പരസ്പരം
ഇങ്ങനെ കൂട്ടിയിടിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ കണ്ടെയ്നേഴ്സിലൊക്കെ കൂട്ടിയിടിക്കും. ഇതിനെ ഇങ്ങനെ കൂട്ടിയിടിക്കുന്നതിനെയാണ് നമ്മൾ കൊളൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഗേഷ്യസ് മോളിക്യൂൾസ് ആർ ഇൻ കോൺസ്റ്റന്റ് മോഷൻ. അടങ്ങിയിരിക്കില്ല ഇവര്, എല്ലാ ഡയറക്ഷനിലും അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ആസ് എ റിസൾട്ട് ദ മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. അതിങ്ങനെ കണ്ടെയ്നേഴ്സ് ആയിട്ട് തട്ടും. അതുകൊണ്ട് തന്നെ എന്താ, ദ ഫോഴ്സ് പ്രൊഡ്യൂസ് ഡ്യൂ ടു ദ കൊളിഷൻ. ഈ കൊളിഷൻ ഒരു ഫോഴ്സ്, നമ്മൾ പരസ്പരം കൂട്ടിയിടിക്കുമ്പോൾ ഒരു ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഹേർട്ട് ആവൂലേ, അതിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഫോഴ്സ് ഡ്യൂ ടു ദ കൊളിഷൻ ഓഫ് മോളിക്യൂൾസ് വിത്ത് ദ വാൾ ഓഫ് ദ കണ്ടെയ്നർ റിസൾട്ട്സ് ഇൻ ഗേഷ്യസ് പ്രഷർ. അപ്പം ഇത് നമ്മൾ ഒരു ഗ്യാസിൻ്റെ ഒരു മുറിയുടെ ആദ്യം ഇടിച്ചു, ഗ്ലാസ് ഡോറിലേക്ക് ഇടിച്ചു. നമുക്കും വേണമെങ്കിൽ ഗ്ലാസ് ഡോറിന് ഇടിക്കും. പക്ഷെ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്നാലോ ആ വാള് പതിയെ ക്രാക്സ് ഒക്കെ വരും. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? പ്രഷർ കൊടുക്കുന്നതുകൊണ്ട്. അതായത് നമ്മളിവിടെ ഒരു ശക്തിയിൽ അങ്ങ് ഇടിക്കുകയല്ലേ, അപ്പം നമ്മൾ അവിടെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് അങ്ങ് പ്രഷർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗേഷ്യസ് മോളിക്യൂൾസിൽ എന്തെങ്കിലും സാധനത്തിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ ഓടി ഓടി നടന്ന് ഈ പാർട്ടിക്കിൾസ് ഇതിൻ്റെ കണ്ടെയ്നറിൽ ചെന്ന് ഇടിച്ചിടിച്ച് ഒരു പ്രഷർ ഉണ്ടാക്കും. ഇങ്ങനെ ഈ ഇടിക്കുന്ന സംഭവമാണ് പ്രഷർ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ വാളിന് പ്രഷർ ഉണ്ടായതാവും. അതായത് വെയിലത്തൊക്കെ വെക്കുമ്പോൾ ബലൂണൊക്കെ പൊട്ടിപ്പോവില്ലേ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ആ ഗ്യാസിന് കുറേ നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെയിലത്ത് വെക്കുമ്പോൾ ഈ ഗ്യാസ് എക്സ്പാൻഡ് ആവും ബലൂണിൽ നിന്ന്, ബലൂൺ പൊട്ടിപ്പോകും. അതായത് ബലൂണിൻ്റെ വാളിൽ ചെന്ന് ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് ഇടിച്ചിട്ട് പൊട്ടുന്നതാണിത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇനി 6ാമത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാം. അതായത് കൊളിഷൻ ഓഫ് ഗേഷ്യസ് മോളിക്യൂൾസ് ആർ ഇലാസ്റ്റിക് ഇൻ നേച്ചർ. സംഭവം ഇവർ നമ്മൾ കൂട്ടിയിടിക്കുമെങ്കിലും ഈ ഗേഷ്യസ് മോളിക്യൂൾസിന്റെ കൊളിഷൻ എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ഇൻ നേച്ചർ. ഇലാസ്റ്റിക് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ നീ വലിച്ചു പിടിക്കുക, എന്നിട്ട് നമ്മൾ വിട്ടു, അപ്പം എന്താ ആദ്യത്തെ പൊസിഷനിൽ തന്നെ അത് തിരിച്ചു വരും. ഇതിനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഇവ കൂട്ടിയിടിക്കുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടെങ്കിലും കുറച്ച് നേരം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് അത് പഴയ അവസ്ഥയിലേക്ക് പോകും. അപ്പം അത് ഇലാസ്റ്റിക് ഇൻ നേച്ചറാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഇവരുടെ ടോട്ടൽ കൈനറ്റിക് എനർജി വേസ്റ്റ് ആവുന്നില്ല. എനർജി എപ്പോഴും ഒരിക്കലും ലോസ് ആയി പോകുന്നില്ല. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് എനർജി ക്രിയേറ്റഡ് വെൻ യു ആർ മൂവിങ്, നമ്മൾ മോഷനിലായിരിക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇടയിൽ ഉണ്ടാവുന്നതല്ല, ആദ്യം എങ്ങനെയാണോ, അതായത് കൊളിഷൻ ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പ് എങ്ങനെയാണോ ആ ഗ്യാസിൻ്റെ എനർജി സ്റ്റേജ്, അത് തന്നെയായിരിക്കും അതിൻ്റെ ആ പാർട്ടിക്കിളിൻ്റെ കൊളിഷൻ കഴിഞ്ഞിട്ടുള്ള എനർജി സ്റ്റേജും. അതിന് രണ്ടിനും ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ ഗാഷിയസ് മോളിക്യൂൾസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ഇനി ലാസ്റ്റത്തെ പോയിന്റ് അതാണ് പറയുന്നത്. അതായത് നമ്മുടെ കൈനറ്റിക് എനർജിയുടെ ആവറേജ് എന്ന് പറയുന്നത് എപ്പോഴും ഗേഷ്യസ് മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്തിനോട് ഇതായിരിക്കും? ടെമ്പറേച്ചർ, കെൽവിൻ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് ആണ്, അതിനോട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഞാൻ കുറച്ച് മുമ്പ് ഒരു ബലൂണിൻ്റെ കേസ് പറഞ്ഞു. ബലൂൺ എടുത്ത് വെയിലത്ത് അതായത് നിങ്ങളൊരു ബലൂൺ ഫുൾ ഊതി വീർപ്പിച്ചിട്ട് വെയിലത്ത് കൊണ്ട് വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ബലൂൺ പൊട്ടിപ്പോവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉള്ളിൽ നിന്ന് ഗ്യാസ് എക്സ്പാൻഡ് ആവുക. അങ്ങനെ ഗ്യാസ് എക്സ്പാൻഡ് ആയിട്ട് ആ ബലൂൺ പൊട്ടിപ്പോവും. അതെന്ന് വെച്ചാൽ ഇത് ടെമ്പറേച്ചറിൻ്റെ കാരണത്താൽ ഈ പാർട്ടിക്കിൾസ് ഉള്ളിലുള്ളത് ഇങ്ങനെ എക്സ്പാൻഡ് ആയിട്ട് വരും. അപ്പോൾ പാർട്ടിക്കിൾസ്, അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ്, ഇത് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്, അതായത് അതിങ്ങനെ അടങ്ങിയിരിക്കില്ല, പല മോഷനിൽ ഇങ്ങനെ, അതായത് ഗ്യാസ് പാർട്ടിക്കിൾസ് പല ഡയറക്ഷൻസിൽ ഇങ്ങനെ ഓടി നടക്കും. അത് ഫ്രീക്വൻറ്റ് മോഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവരുടെ ആ ഫ്രീക്വൻറ്റ് മോഷനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അത് ടെമ്പറേച്ചർ കൂടുന്തോറും കൂടും. എടാ നിന്നെ കൊണ്ടുപോയിട്ട് ഒരു ഡെസ്കിൻ്റെ അല്ലെങ്കിൽ ഒരു മെറ്റലിൻ്റെ ഒരു ബേസിൻ്റെ മേളിൽ കൊണ്ട് പാണ്ടിപ്പട ഫിലിം കണ്ടിട്ടുണ്ടോ? ആ പാണ്ടിപ്പട ഫിലിമിലൊരു സീനുണ്ട്. ഹരിശ്രീ അശോകനെ സത്യം പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മെറ്റൽ സ്ലാബിൻ്റെ മേളിൽ കയറ്റി നിർത്തുക. എന്നിട്ട് അപ്പം നോക്കുമ്പോൾ പുള്ളി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ താഴെ എന്താന്ന് വെച്ചാൽ തീ കത്തിക്കുമായിരിക്കും. അങ്ങനെ ഒരു സീനുണ്ട്. അപ്പോൾ അയാൾക്ക് നിൽക്കാൻ പറ്റില്ല, അയാളിങ്ങനെ കിടന്ന് തിത്തിത്താര കളിച്ചുകൊണ്ടിരിക്കും. സെയിം തിങ് ആണ്, അതെന്താ അവിടെ എനർജി കൂടി. അതുപോലെ ഗ്യാസിൻ്റെ കാര്യത്തിൽ അതായത് മോഷൻ കുറച്ചുകൂടെ കൂടി വരും. ഗേഷ്യസിൻ്റെ കേസിൽ താഴത്ത് ടെമ്പറേച്ചർ കൂടുന്തോറും ഇതിൻ്റെ എമോഷൻ കൂടി വന്നിട്ട് അവ എക്സ്പാൻഡ് ആകും. അപ്പോൾ ഇത് രണ്ടും ഡയറക്ട്ലി പ്രപ്പോർഷണലാണ് എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഈ 6 പോയിന്റ്സ് ആണ്. നമ്മൾ വലിയ സംഭവമൊന്നുമില്ലല്ലോ, വളരെ കുറച്ചല്ലേ ഉള്ളൂ ഇത്. ഈ 6 പോയിന്റ്സ് ആണ്, വേറെ ഒന്നുമല്ല. കൈനറ്റിക് തിയറി ഓഫ്
ഗേഷ്യസ് മോളിക്യൂൾസ് എന്നതുകൊണ്ട് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ്, കൈനറ്റിക് തിയറി ഓഫ് ഗേഷ്യസ് മോളിക്യൂൾസ് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഒരു 6 പോയിന്റ്സ് ആണ് വളരെ എളുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇപ്പം മനസ്സിലായില്ല, ആ ടെക്സ്റ്റിൽ കണ്ടപ്പോൾ നിങ്ങൾ ആ വലിയ വലിയ സെൻറ്റൻസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഇത്ര പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം ടക്കെന്ന് പറഞ്ഞ് നിൽക്കും, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാവുന്നതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ്. അപ്പോൾ അതായത് ഇപ്പം നമ്മൾക്ക് നമ്മുടെ സ്വഭാവമൊക്കെ എങ്ങനെയാണ് പറയുക, ഈ കുട്ടി കൊള്ളാം, അല്ലെങ്കിൽ ഇത് നല്ല മോനാണ്, അല്ലെങ്കിൽ നല്ല മോളാണ് നീ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ചിരി, നമ്മളുടെ ഫ്രണ്ട്ലി നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ പിന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കൾച്ചർ വാല്യൂസ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് സമൂഹത്തിലൊരു വില എന്ന് പറയുന്നേക്കാളും അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മളുടെ ഗ്യാസസിനും കുറച്ച് മെഷറബിൾ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് നമുക്ക് മറ്റേ വാല്യൂസ് എന്ന് പറയുന്ന പോലെ ഗ്യാസുകളുടെ വാല്യൂസ് അഥവാ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത്, അതായത് ഇതിനാണ് ഗ്യാസുകൾക്കിടയിലുള്ള ഒരു തരംതിരിവ് കൊണ്ടുവരുന്നത് ഈ ഒരു പ്രോപ്പർട്ടീസിനെ ബേസിലാണ്. അപ്പം 4 ഗ്യാസസിന് മെഷറബിൾ ആയിട്ട് 4 പ്രോപ്പർട്ടീസാണ് മെയിൻ ആയിട്ടുള്ളത്. അത് ഏതൊക്കെയാടാ? ഒന്ന് വരുന്നത് വോളിയമാണ്. ആദ്യം വരുന്നത് വോളിയമാണ്. രണ്ടാമത് വരുന്നത് പ്രഷറാണ്. പ്രഷറാണ് രണ്ടാമത്തത്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്. നാലാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ ആദ്യത്തെ വോളിയമാണ്, രണ്ടാമത്തെ പ്രഷറാണ്, മൂന്നാമത്തെ ടെമ്പറേച്ചറാണ്, നാലാമത്തെ നമ്പർ ഓഫ് മോളിക്യൂൾസാണ്. വോളിയത്തിനെ നമ്മൾ ഇവിടെ V എന്ന് ഡിനോട്ട് ചെയ്യും, പ്രഷറിനെ P എന്ന് ഡിനോട്ട് ചെയ്യും, ടെമ്പറേച്ചറിനെ T ആയിട്ട് ഡിനോട്ട് ചെയ്യും, നമ്പർ ഓഫ് മോളിക്യൂൾസിന് നമ്മൾ N, സ്മോൾ ലെറ്റർ Nലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് ഓർത്ത് വെച്ചോ, കാരണം മുമ്പോട്ട് നമുക്ക് ഗ്യാസ് ലോസ് ഒക്കെ പഠിക്കുമ്പോൾ ഈ ടേംസ് ആണ് ആവശ്യമുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതിൽ ആദ്യത്തെ വോളിയത്തിനെ നമുക്ക് പരിചയപ്പെടാം. വോളിയം ഓഫ് നമുക്കൊരു ക്യൂബ് കൺസിഡർ ചെയ്ത് നോക്കാം അല്ലേ. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളൊരു സാധനത്തിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത്, അതിൻ്റെ ബ്രെഡ്ത്ത്, ഹൈറ്റ്. മാത്സിൽ നമ്മൾ പഠിച്ചല്ലേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം എന്ന് പറയുന്നത് അല്ലേ. എടാ നമ്മളുടെ ഇത് നമ്മൾ നോക്കിക്കേ, ലെങ്ത്ത് നമ്മൾ നമ്മളുടെ SI യൂണിറ്റ്സ് എപ്പോഴും മീറ്ററിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ 1 മീറ്റർ ലെങ്ത് ഇൻറ്റു 1 മീറ്റർ ബ്രെഡ്ത്ത് ഇൻറ്റു 1 മീറ്റർ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ക്യൂബാണ് അല്ലേ. 3 m ഉണ്ടല്ലേ, സോ മീറ്റർ ക്യൂബാണ്. ഇതാണ് നമ്മുടെ SI യൂണിറ്റ്. ഇതെന്താണ്? ഇതാണ് നമ്മുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത്, അതായത് മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം പറയട്ടെ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്സ് പഠിച്ചവരാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് അറിയാം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇതിനെല്ലാത്തിനെയും 100 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കിക്കേ, 100 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കിക്കേ, മൊത്തം എത്ര, 1000 കേട്ടോ, മൊത്തം എത്രയാണ് വരുന്നത്? 100നെ കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്ത് നോക്കിക്കേ, അപ്പോൾ നമുക്ക് എത്ര വരും? 300 എന്ന് പറയുമ്പോൾ 10 ലക്ഷം വരും. ഒരു 1 ഇട്ടിട്ട് ബാക്കി 6 0 ഇട്ട് വെച്ചാൽ പോരെ. ഇത്രയും സെന്റിമീറ്റർ ക്യൂബാണ് കേട്ടോ. അതായത് 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം സെന്റിമീറ്റർ ക്യൂബാണ്. ശരി, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മളിവിടെ എന്താ പറയുന്നത്? ഗ്യാസിന്റെ വോളിയത്തെ കുറിച്ചാണ്. നമ്മൾ ഏത് വസ്തുവിൻ്റെയും വോളിയം അതിൻ്റെ ലിറ്ററിലാണ് സൂചിപ്പിക്കുന്നത്, ലിറ്ററിൻ്റെയാണ് സൂചിപ്പിക്കുന്നത്, അതായത് L വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഈ ലിറ്ററിനെയാണ് നോക്കുന്നതെങ്കിൽ 1 ml, ഈ ലിറ്ററിൻ്റെ ഒരു ഇതാണ്, 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റേഴ്സ് ആയിരിക്കും. 1000 ml ആണ്. മാത്സ് പഠിച്ചാണല്ലോ, ഞാൻ മാത്സ് പഠിപ്പിക്കണ്ടല്ലോ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 ml എന്ന് പറഞ്ഞാൽ നമുക്ക് 1 സെന്റിമീറ്റർ ക്യൂബാണ്. 1 ml എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയടാ, ഇവിടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1000 ml എന്ന് പറഞ്ഞാൽ അപ്പം എന്തായിരിക്കും? 1000 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബാണ്. 1000 സെന്റിമീറ്റർ ക്യൂബാണ്. അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം അത് 1 ലിറ്റർ ആണ്. അപ്പോൾ
ഒരു ലിറ്റർ എന്ന് പറയുന്നത്, നമ്മൾ ലിറ്ററിലാണ് ജനറലി വോളിയം എക്സ്പ്രസ് ചെയ്യുന്നത്. 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 cm³ ആണ്. അതെന്ന് പറഞ്ഞാൽ 1000 ml ആണ്. ഇനി ശരി, അതുവരെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ 10,000-നെ നമ്മൾ ഈ പറയുന്ന 1000 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ്. 1000 അല്ല, 10 ലക്ഷത്തെ നമ്മൾ 1000 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 10 ലക്ഷം. അതിന് നമ്മൾ 1000 വെച്ച് ഡിവൈഡ് ചെയ്തു. ചുമ്മാ 0 വെട്ടിക്കളഞ്ഞാൽ പോരെ. അപ്പം നമുക്ക് 1000 എന്ന് കിട്ടും. ഈ 1000 എന്തെന്നാണ്? 1000 ലിറ്റേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ml എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് 1000, ഇതാണ് നമ്മളുടെ 1 ലിറ്റർ എന്ന് പറഞ്ഞ് വരുന്നത്. ഇപ്പം മനസ്സിലായോ ഇത് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന്? 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 ml ആയത് എങ്ങനെയാന്ന്? ഇങ്ങനെയാണ് വന്നത്. ഓക്കെ, ഇത്രയും ഒന്നും പോകേണ്ട കാര്യമില്ല. ഇത് ആ ടെക്സ്റ്റിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇത്രയും ഓർത്ത് വെക്കുക നിങ്ങൾ ഇതിനകത്ത്. 1 ml എന്ന് പറഞ്ഞാൽ 1 cm³ ആണ്. ഇത്ര ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ 1000 ml എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ്. ഇതാണ് ഇതിനകത്ത് മെയിനായിട്ട് ഓർക്കാനുള്ളത്. ഇനി അഥവാ എക്സാമിന്റെ സമയമല്ലേ, എല്ലാവരും ഒന്ന് പെട്ടെന്ന് ടെൻഷനിലെങ്ങാനും മറന്നു പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. കാരണം വളരെ എളുപ്പമാണ്. വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഷോർട്ടാക്കി ഓർത്തിരിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഓർത്തിരുന്നോ. എന്താണ് 1 ml എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 cm³. 1 ml ഈക്വലാണ് 1 cm³. 1000 ml ഈക്വലാണ് 1000 cm³, വിച്ച് ഈസ് ഈക്വൽ ടു 1 ലിറ്റേഴ്സ്. ഇത് ഓർത്ത് വെച്ചാൽ മതി. കാരണം കണക്കുകൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വരും. ഇനി അങ്ങോട്ട് പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചതിക്കുഴികൾ എന്ന് പറയുന്ന പോലെ ചില ട്വിസ്റ്റുകളൊക്കെ വെക്കും തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കൺവേർഷൻസ് ഒക്കെ നമുക്ക് ഓർത്തിരുന്നാലാണ് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാട്ടോ. പക്ഷെ വലിയ കാര്യമുള്ള കാര്യമില്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് അടുത്ത മെഷറബിൾ ക്വാണ്ടിറ്റിയിലേക്ക് പോകാം. വേറൊന്നുമല്ല, നമ്മുടെ പ്രഷർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊക്കെ എത്രയാണെങ്കിലും എത്ര നേരത്തെ നമുക്ക് ബെല്ലടിക്കണ സമയമൊക്കെ സ്കൂളിൽ അറിയാമെങ്കിലും വീടൊക്കെ ഇപ്പം അടുത്തുള്ളവരാണെങ്കിൽ ആ സമയത്തിന് കഴിഞ്ഞൊക്കെ എത്തുള്ളൂ. അപ്പോൾ അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഒരു ഓട്ടം ഉണ്ട് വേഗം ക്ലാസ്സിലേക്ക് കയറി കിട്ടാൻ. ഞാനൊക്കെ എപ്പോഴും ചെയ്യാറുണ്ടായിരുന്ന പണിയായിരുന്നു. അപ്പം നമ്മൾ ആ ഓട്ടവും അത് ഗ്രൗണ്ട് കഴിഞ്ഞിട്ടായിരിക്കും. ചിലപ്പോൾ മിക്ക സ്കൂളുകളിലും ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളുടെ ക്ലാസ് എത്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നന്നായിട്ട് ഓടിച്ചാടി അങ്ങോട്ട് എത്തും. അന്ന് വെപ്രാളത്തിൽ അങ്ങ് എത്തി പിന്നെ ഭയങ്കരമായിട്ട് കിതക്കലാണ്. ആ ഓട്ടം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ എൻജോയ് ചെയ്യാറില്ല. കാരണം ധൃതിയിലായിരിക്കും. നമ്മൾ ഇതേ ഗ്രൗണ്ടിൽ കൂടെ PT പീരീഡ് ആകുമ്പോൾ ഓടിക്കളിക്കും. ഓക്കെ, ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസം പറഞ്ഞേ. നമ്മൾ ആ ഓടിക്കളിക്കൽ നമുക്ക് എത്ര ഓടിക്കളിച്ചാലും PT പീരീഡ് തീർന്നു കഴിഞ്ഞാൽ വിഷമമാണ്. കാരണം എന്താ, ഇനിയും ഓടിക്കളിക്കണം. പക്ഷെ ഇത് തന്നെ രാവിലെ ആണെങ്കിലോ നമ്മൾ ബാഗ് ഇട്ട് ഓടുമ്പോൾ നമുക്കിതുപോലെ മീൻസ് വല്ലോണം എത്തിപ്പെട്ടാൽ മതി. ഓട്ടത്തിൻ്റെ ത്രില്ലൊന്നും നമ്മൾ അറിയില്ല. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഗ്രൗണ്ടിൽ ഓടുമ്പോൾ നിങ്ങളുടെ മുതുകത്ത് ബാഗൊന്നുമില്ല, നിങ്ങൾ ഫ്രീ ആണ്, നിങ്ങൾ ഓടിക്കളിക്കുകയാണ് ആ ഗ്രൗണ്ടിൽ. അതേസമയം നമ്മൾ രാവിലെ എത്തുമ്പോൾ ബെല്ലടിക്കുമ്പോൾ ഒരു വലിയ 10-15 കിലോ ഉണ്ടാവും ബാഗ്. ആ ബാഗും പിടിച്ചുകൊണ്ടാണ് ഈ ഓടുന്നത്. ഈ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്. അതായത് ഒരു യൂണിറ്റ് ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് വിളിച്ചത്. എടാ, നീ ബാഗ് ഇട്ട് ഓടുമ്പോൾ നിങ്ങൾക്കൊരു പിന്നോട്ടൊരു വലിവ് വരും ഇല്ലേ, ഒരു ബലം വരും. ഈ ബലം അല്ലേടാ ഫോഴ്സ്. അത് എവിടെയാണ് നമുക്ക് കിട്ടുന്നത്? നമ്മുടെ മുതുകത്താണ്. അപ്പം നിങ്ങളുടെ മുതുക് നമുക്ക് ഏരിയ ആയിട്ട് എടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഭാഗത്ത്, ഇത്രയും ഭാഗത്ത് അനുഭവപ്പെടുന്ന ബലം അത് ആക്ച്വലി എന്താ? പ്രഷറാണ്. ഓക്കെ, അതാണ് നമ്മൾ ഈ പറഞ്ഞ പ്രഷർ, അതായത് ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്നത്. ഇതിൽ പ്രഷറാണ്. P denotes pressure, F denotes force and A denotes area. ഇനി നമ്മൾക്ക് പ്രഷറിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രഷറിന് ഒരു SI യൂണിറ്റ് ഉണ്ട്, പാസ്കൽ എന്ന് പറയും. എന്താണ്? PASCAL.
PASCAL, പാസ്കൽ. PA എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, പാസ്കൽ എന്ന്. പാസ്കൽ യൂണിറ്റ് എന്ന് പറയും. ഒരു പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അല്ലേ. അതായത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ, ഏരിയയുടെ ഇതാണ് മീറ്റർ സ്ക്വയർ. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതാണ് മീറ്റർ സ്ക്വയർ. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ഒരു പാസ്കൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് ആണ് പഠിക്കുന്നത് കൊണ്ട് തന്നെ പൊതുവെ നമ്മൾക്ക് ഈ പ്രഷർ SI യൂണിറ്റ് പാസ്കൽ ആണെങ്കിലും ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് ATM, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലായിരിക്കും. എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളത് നിങ്ങൾ ജോഗ്രഫിയിൽ പഠിക്കുന്നുണ്ട്. ഈ ജോഗ്രഫി ക്ലാസ്സിൽ ഒന്നോടൊന്ന് പറഞ്ഞാൽ മതിയാവും, അത് നിങ്ങൾ പഠിക്കുന്നുണ്ട് ജോഗ്രഫിയിൽ. അതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ന്യൂട്ടൺ, ഒരു ATM എന്ന് പറയുന്നത്, ഒരു ATM എന്ന് പറയുന്നത് 1.013 ഒരു ATM എന്ന് പറയുന്നത് 1.01325 × 10⁵ പാസ്കൽ ആണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കൺവേർഷൻ. അതായത് ATMലായിരിക്കും പ്രോബ്ലംസ് കൂടുതലും തരാൻ പോകുന്നത്. കാരണം ഇതൊരു ഗ്യാസ് ആണ്. ഗ്യാസ് ആയതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലായിരിക്കും നമുക്ക് തരുന്നത്, പാസ്കൽ യൂണിറ്റിലായിരിക്കില്ല. സോ ഇനി അഥവാ പാസ്കലിലാണ് തരുന്നതെങ്കിൽ നമ്മൾ ഈ കൺവേർഷൻ ഓർത്തിരിക്കണം, ഈ യൂണിറ്റ് ഒന്ന് ഓർത്തിരിക്കണം. മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ സൈഡിൽ തരാറുണ്ട് കേട്ടോ, എന്നാലും നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ് എന്തൊക്കെയാണെന്ന് നോക്കി. അത് വേറെ ഒന്നുമല്ല, പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ് കുറച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ആണ്. അതാണ് നമ്മുടെ വോളിയം, പിന്നെ പ്രഷർ, പിന്നെ നമ്മൾ മൂന്നാമത്തെ വരുന്ന ഒരു മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആളാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത് വരുന്ന ഒരാളാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഷറബിൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, ഒരു അടുത്തൊരു SI യൂണിറ്റ് ആണ്. ഞാൻ പറഞ്ഞു ടെമ്പറേച്ചറും വോളിയവും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. കാരണം ഗ്യാസുകൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എക്സ്പാൻഡ് ആകും. ഇനി ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലാണ്. ഓക്കെ, പക്ഷേ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഡിനോട്ട് ചെയ്യുന്നത് സെൽഷ്യസ് സ്കെയിലായിരിക്കും. ഓക്കെ, സെൽഷ്യസ് സ്കെയിലായിരിക്കും. അപ്പം നമ്മൾക്ക് സെൽഷ്യസ് സ്കെയിലിൽ നിന്നും കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റണമെങ്കിൽ എങ്ങനെ വരും? വളരെ എളുപ്പമാണ്. ഒരു സെൽഷ്യസ് സ്കെയിൽ തന്നിട്ട് അത് നമ്മൾ കെൽവിൻ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 273 കൊണ്ട് നമ്മളതിനെ പ്ലസ് ചെയ്യണം. അതായത് ഒരു ടെമ്പറേച്ചറിനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ആ തന്നേക്കുന്ന ടെമ്പറേച്ചർ പ്ലസ് 273 ആണ് എന്ത് പറയുന്ന കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 0 ഡിഗ്രി, കാരണം ഈ 273 എന്താ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 273 കെൽവിൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു 30 സെൽഷ്യസ് തരുവാണെങ്കിൽ 30 സെൽഷ്യസ് എത്ര കെൽവിൻ ആണെന്ന് പറഞ്ഞാൽ +30 + 273 ചെയ്യണം, അപ്പോഴാണ് അത് കൺവേർട്ട് ആവുകയുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. കാരണം പ്രോബ്ലംസ് വരുമ്പോൾ ഏത് സ്കെയിലാണ് തന്നേക്കണേന്ന് നോക്കണം. 30 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് വേറെ ഇക്വേഷൻ ആക്റ്റീവ് 30 വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോവും. അതിനെ ആദ്യം നമ്മൾ കെൽവിൻ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടേ പോകുള്ളൂ. കാരണം ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് ഏതാ? കെൽവിൻ സ്കെയിലാണ്. അതുകൊണ്ട് കെൽവിനിലേക്ക് എപ്പോഴും കൺവേർട്ട് ആക്കണം. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 273 കെൽവിനാണ്. ഇനി ഇതിനും താഴെ 0 കെൽവിൻ ഉണ്ട്. അതായത് അത് സെൽഷ്യസ് സ്കെയിലിൽ പറഞ്ഞു കഴിഞ്ഞാൽ -273 സെൽഷ്യസ് ആണ്. ഏത് 0 കെൽവിൻ എന്ന് പറയുന്നത്. ഇതിനെ വേറൊരു പേര് വിളിച്ചു അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ. ഈ അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക്, ഞാൻ പറഞ്ഞു ഗ്യാസ് പോലത്തെ മോളിക്യൂൾസ് ഈവൻ സോളിഡിലാണെങ്കിലും
മോളിൽ പാർട്ടിക്കിൾസ് അനങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അനങ്ങുന്നുണ്ട്, അവർ വൈബ്രേറ്റിംഗ് മോഷനിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ മോഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതിന് താഴത്തേക്ക് ടെമ്പറേച്ചർ ഇല്ല. അതാണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. അതായത് -273 ഡിഗ്രി സെൽഷ്യസ്, അഥവാ 0 കെൽവിൻ. അതാണ് മോഷൻ കംപ്ലീറ്റ്ലി ഫ്രീസ് ആവുന്ന ഒരു ടെമ്പറേച്ചർ. അതിന് അബ്സല്യൂട്ട് സീറോ എന്നാണ് പറയുന്നത്. അതിന് താഴത്തേക്ക് ടെമ്പറേച്ചർ പോവില്ല. അപ്പം അതാണ് ഏറ്റവും മാക്സിമം. ഇത് ഇപ്പോൾ വരണ്ട, പക്ഷെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഗ്യാസ് സ്ലോയിലേക്ക് കിടക്കുമ്പോൾ ചാൾസ് ലോയിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ആബ്സല്യൂട്ട് സീറോ എന്താണ് അതിൻ്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്നുണ്ട്.